Hello, a very good evening. So, നമ്മുടെ AAIയുടെ ATC JE എക്സാമിനേഷൻ ജൂലൈ 14-ാം തീയതി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഷീറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ ടീം എൻട്രി ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിൻ്റെ ഒരു ഷിഫ്റ്റിൻ്റെ അനാലിസിസ് ആണ്. 2 ഷിഫ്റ്റ് നമുക്ക് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഷിഫ്റ്റ് എക്സാമിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു റീസണിങ്ങിൽ നിന്നും മാത്സിൽ നിന്നും വന്നത്. അതൊക്കെ വെച്ചിട്ട് ഈ വർഷം വരുന്ന കട്ട് ഓഫ് എത്രയായിരിക്കും ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ പ്രോപ്പർലി ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാമോ? എല്ലാവർക്കും പ്രോപ്പർലി ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാമോ എല്ലാവരും? എല്ലാവർക്കും പ്രോപ്പർലി ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണോ? Okay, so will there be AAI ATC in 2025 December or early 2026? Okay, നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഉടനെ തന്നെ മേ ബി ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ തന്നെ ഉണ്ടാവുമെന്നാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, ഒരു RTI ക്വയറിയുടെ ആൻസർ വന്നത് അത് പ്രകാരം നമ്മൾക്ക് ആക്ച്വലി 1500+ വേക്കൻസീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നമുക്ക് ഇത്തവണ ആകെ 300 സംതിങ് വേക്കൻസീസ് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഉടനെ മീൻസ് ഒരു 2-3 മാസം കൊണ്ടല്ല, എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോഴേക്കും വോയിസ് ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മീ ടു മീ എന്ന് പറഞ്ഞ ആളുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. നന്ദ, ഓക്കെ ഫൈൻ, ശരി, ഹായ് നന്ദ. സോ അപ്പോൾ എല്ലാവർക്കും പ്രോപ്പർലി ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ടുള്ള സമയം അനുസരിച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നാളെയും നമ്മൾ ഇതുപോലെ ഒരു ലൈവ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കെന്നാൽ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സാം മാർച്ചിൽ ഉണ്ടാവുമോ? ഇല്ല, മാർച്ച് മീൻസ് 2026 മാർച്ചിലേക്കാണോ ചോദിച്ചിരിക്കുന്നത്? ആളുടെ പേര് EHNS എന്നൊക്കെയാണ്. സോ 2026 മാർച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ എക്സാം നോട്ടിഫിക്കേഷൻ വരാറുള്ളത് നവംബർ, ഡിസംബർ അല്ലെങ്കിൽ എക്സാം നടക്കുന്നത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ആക്ച്വലി നോട്ടിഫിക്കേഷൻ ലേറ്റായി, അതുകൊണ്ടാണ് ഈ ജൂലൈയിൽ വന്നത്. പക്ഷേ അത് നമ്മളെ ഇനി ബാധിക്കില്ല എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വേക്കൻസീസ് എന്തായാലും ഉണ്ട്, വേക്കൻസീസ് എന്തായാലും അവർക്ക് ഫില്ല് ചെയ്യണം, അതുകൊണ്ട് എക്സാം എന്തായാലും നടക്കും. ഓക്കെ, നെക്സ്റ്റ് ഇയർ ജൂണിന് ശേഷം ഏത് 2026 കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പം സാധാരണഗതിയിലാണെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിൻ്റെ അവസാനമാണ്, ഒക്ടോബർ നവംബർ ആ സമയത്താണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിലേ ആയതുകൊണ്ട് മാത്രം ഈ വർഷം ജൂലൈയിലേക്ക് എക്സാം നടന്നു, നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വന്നു. അപ്പോൾ ഇത് ആ ട്രാക്ക് തന്നെയാണ് പിന്തുടരുന്നതെങ്കിൽ നമുക്ക് ഇനിയും ഈ വർഷം അവസാനത്തേക്ക് നോട്ടിഫിക്കേഷനും എക്സാമും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നോർമലി വർഷത്തിൽ ഒരു തവണയാണ് നടക്കാറുള്ളത്, പക്ഷേ ഇതിപ്പോൾ ആക്ച്വലി നടന്നത് കഴിഞ്ഞ വർഷത്തെ സൈക്കിളിനെയാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? വേറെ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാമേ, ഇല്ലെങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആക്ച്വലി നമ്മുടെ റീസണിങ്ങിൻ്റെയും മാത്സിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. എന്തൊരു ഈസി ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് ഡിയിലെ മാത്തമാറ്റിക്സ് മാത്രമാണ് കുറച്ച് ഒരു ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം തന്നെ വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, സോ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത ഏതൊരാൾക്കും 100ൻ്റെ അടുത്ത് സ്കോർ കിട്ടുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവാത്ത ഒരു എക്സാം എന്നാണ് എനിക്ക് പൊതുവെ അനലൈസ് ചെയ്തപ്പോൾ തോന്നിയത്. നിങ്ങൾക്കും അത് തന്നെ മനസ്സിലാകും. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്ന രീതി നമ്മുടെ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് സമയം തികയില്ല. പക്ഷേ നമ്മുടെ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാനിവിടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഡി എന്ന് പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ ഫൈൻ.
ശരി, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ആദ്യം റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ നോക്കുക. ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു തരാം, എന്നിട്ട് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് നോക്കാം. റെഫർ ടു ദി ഫോളോയിങ് നമ്പർ ആൻഡ് സിമ്പിൾ സീരീസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. കൗണ്ടിങ് ടു ബി ഡൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓൺലി. If all the numbers are dropped from the series, which of the following will be fourth from the left end? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ നമ്മുടെ എൻട്രി ആപ്പിലെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് അറിയായിരിക്കും, ആദ്യമായിട്ടല്ല ATC എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വായിക്കേണ്ടതെന്ന് ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ സാധനവും ഇതൊന്നും നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ വരുമ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സീരീസിനെയും നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. ഇവിടെ എന്താണോ നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിലാദ്യം ഫോക്കസ് ചെയ്യുക, അതിന് ശേഷം ബാക്കിയെല്ലാം വായിച്ചു നോക്കുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കൊരു 3 seconds എങ്കിലും അവിടെ സേവ് ചെയ്യാൻ പറ്റും. എവറി സെക്കൻഡ് കൗണ്ട്സ് അല്ലേ. ATC പോലെയൊരു വലിയ എക്സാമിന് നിങ്ങൾ അപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഓരോ സെക്കൻഡിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ നമ്പേഴ്സും നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ നമ്പേഴ്സ് മുഴുവൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എല്ലാ നമ്പേഴ്സും നമ്മൾ അങ്ങ് ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഫോർത്ത് ഫ്രം ദി ലെഫ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് മുഴുവനൊന്നും സോൾവ് ചെയ്യേണ്ട. ആദ്യം കാണുന്ന കുറച്ച് നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. 1 വേണ്ട, 2 വേണ്ട, 4 വേണ്ട, 8 വേണ്ട, 3 വേണ്ട, 6 വേണ്ട, 5 വേണ്ട. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിൽ നിന്ന് നാലാമത്തെ കിട്ടുന്നുണ്ടോ നോക്കുക. 1, 2, 3, 4 ഇതാ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുള്ള് സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് പാർഷ്യൽ സൊല്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ ബാക്കിയുള്ളതിലേക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളത് മാത്രം നമ്മൾ സോൾവ് ചെയ്തിട്ട് ആൻസർ എടുക്കാം. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യുക. ക്ലിയർ ആയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് കട്ടിൽ ഇതൊക്കെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്ത ആൾക്കാരാണോ? അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇവിടെ നോക്കുക. കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. 2 മെത്തേഡും ഉണ്ട്. രണ്ടും കണ്ടാലാണ് ഒന്ന് മറ്റതിനേക്കാളും എത്ര ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം 7 boxes E, F, G, H, I, J, K kept 1 over the another but not in the same order. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, ഒരിക്കലും സെയിം ഓർഡറിൽ വരാറില്ല പൊതുവേ. സോ ഇവിടെ തന്നിരിക്കുന്നത് ഇനി വായിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, now K is kept immediately below E and above F, G is kept below F and above I, J is kept immediately below I, now H is kept immediately above E, which box is kept at the bottom most part? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ ചോദ്യം ഒരു കൺവെൻഷണൽ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഇതിനെ ഓരോന്നും നമ്മൾ എടുത്ത് സോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുശേഷം ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തൊരു ഡിഫറൻസ് ആണ് സൊല്യൂഷനിൽ കിട്ടുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നു K is kept എവിടെ പോയി K is kept immediately below E and എന്ന് ഉദ്ദേശിക്കുന്നത് K തന്നെയാണ്, above F. G is kept below F and immediately above I. ഓക്കെ, J is kept below I, H is kept above E. അപ്പോൾ ഇത്രയും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ആൻസർ ഏറ്റവും താഴെയുള്ളത് J ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഓപ്ഷൻ നമ്പർ 2 J ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതൊരു ടഫ് ക്വസ്റ്റൻ ആയിട്ട് തോന്നിയോ? ഇല്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഇത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നതാണ്. ഇനി ഇതേ ചോദ്യം തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡിൽ സോൾവ് ചെയ്താലോ? ഇവിടെ നോക്കാം, ഈ ഷോർട്ട് കട്ട് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റ് ആയിട്ടുള്ളതോ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഇടയ്ക്കുള്ളത് ചോദിച്ചാൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും മുകളിലുള്ളതോ ഏറ്റവും താഴെയുള്ളതോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഈസിലി അപ്ലൈ ചെയ്യാം. ഏറ്റവും താഴെയുള്ളതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ മുകളിലേക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം K is kept below, ഓക്കെ, ആൻഡ് above F എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ K
ഓൾറെഡി എഫിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് താഴെ വരുമോ? ഇല്ല. നെക്സ്റ്റ് ജി ഈസ് ബിലോ എഫ് ആൻഡ് അബവ് ഐ. അപ്പോൾ ജി ഇവിടെ വരുമോ? ഇല്ല. ഇനി ജെ ഈസ് കെപ്റ്റ് ബിലോ ഐ, എച്ച് ഇസ് അബവ് ഇ. അപ്പോൾ എച്ച് ഇവിടെ ഇതിൻ്റെ ഇൻ്റെ അബവ് ആണ്. അതിനുശേഷം അപ്പോൾ അതൊരിക്കലും താഴെ വരില്ല, ഇതും താഴെ വരില്ല. ഇനി നോക്കിക്കേ, ഇനി ഇതിനകത്ത് മാത്രം എഫും ഐയും ജെയും മാത്രമാണ് നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ജെ മാത്രമാണ് ഓപ്ഷനിലുള്ളൂ. സോ ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രാം വരയ്ക്കാതെ തന്നെ സോൾവ് ചെയ്യാം. ഏറ്റവും ബോട്ടം മോസ്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ ഒന്നും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. അപ്പോൾ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചോദ്യം പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും? സോ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ ആയോ? പറയുന്നത് മനസ്സിലായോ? എന്ത് ഈസി ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഫൈൻ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്ത ചോദ്യം, ഇത് ആൽഫബറ്റ് അനാലജിയിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ തന്നിരിക്കുന്നത് സെലക്ട് ദി പെയർ വിച്ച് ഫോളോസ് ദ സെയിം പാറ്റേൺ ആസ് ദാറ്റ് ഫോളോഡ് ബൈ ദ 2 പെയേഴ്സ് ഗിവൻ ബിലോ. നൗ ഇവിടെ 2 പെയേഴ്സിന് ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ അതുപോലെ വന്നിരിക്കുന്നത് ഏതിനാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, JDC PIJ M and MHE SNK. അപ്പോൾ ഇത് രണ്ടും ഒരേ പെയറാണ് എന്ന് ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും കണ്ടുപിടിച്ച സമയം കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ 10ഉം 16ഉം ആണ്. ഇവിടേക്ക് നമുക്ക് +6 എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 10ഉം 16ഉം ഉണ്ട്. ഇവിടെ 7ഉം 8ഉം. ഇതെന്തായാലും ആൻസർ വരില്ല. ഇവിടെ 18ഉം 24ഉം 6ൻ്റെ വ്യത്യാസം. ഇവിടെ നമുക്ക് 6ഉം 10ഉം ഇത് വരില്ല. അപ്പോൾ 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി ഉത്തരം. ഇനി ഡിയും സിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഡിയും ജെയും തമ്മിലുള്ള റിലേഷൻ എന്താ? 4ഉം 6ഉം. ഇവിടെയും 10 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 6ഉം 14ഉം 10 വരില്ല. പക്ഷേ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് 19ഉം അല്ല 10 6 വരില്ല. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് 6ൻ്റെ ഡിഫറൻസ് വരുന്നത് അല്ലേ. സോ നമ്മൾ ടോട്ടൽ +6 എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ നമ്പർ 3 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ക്ലിയർ ആയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ? ഓപ്ഷൻ സി ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓൾ ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ് നോക്കിക്കേ. ഓൾ ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ based on English alphabetical order 3 of the following 4 letter cluster or pairs are alike in a certain way. They form a group. Which letter cluster or pair does not belong to the group? ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഇത് നമുക്ക് സോൾവ് ചെയ്യാം? QT, WU, PE, HL, IL, OS. എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക? ദാ ഇവിടെ വീണ്ടും ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 3 എണ്ണം ഒരുപോലെയാണ്, ഒരെണ്ണം മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല, 3 എണ്ണം അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 17ഉം 23ഉം ഇവിടെ 6ൻ്റെ വ്യത്യാസം, ഇവിടെ 2ഉം നെക്സ്റ്റ് ഇവിടേക്ക് 8ഉം, ഇവിടെ നമുക്ക് 6ൻ്റെ വ്യത്യാസം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 9ഉം 15ഉം അവിടെയും 6ൻ്റെ വ്യത്യാസം. ഇനി ഇവിടെയോ 21ഉം T and U കോൺസിക്യൂട്ടീവ് ആണ്. ഇവിടെ കോൺസിക്യൂട്ടീവ് ആണോ? അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസിക്യൂട്ടീവ് കിട്ടി. L and S കോൺസിക്യൂട്ടീവ് ആണോ? അല്ല. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. 3 എണ്ണം സെയിം ആണ്. അപ്പോൾ അതിൽ 2 എണ്ണം സെയിം ആണെങ്കിൽ പിന്നെ എന്തായാലും അതിൽ മറ്റതും കൂടെ സെയിം വരും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്താണോ അതാണ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ നമ്പർ എയിൽ വന്നിരിക്കുന്ന 2 അല്ല ഏതാണ് QTWU ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. എല്ലാവർക്കും ക്ലിയർ ആയോ എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന്? എല്ലാവർക്കും മനസ്സിലായോ? സോ ഇത്രയാണ് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓൾ ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷിഫ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? 96 റോ ഷിഫ്റ്റ് എന്താ ST96 എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലായില്ല. എന്താ ചോദിച്ചിരിക്കുന്നത്? ഷിഫ്റ്റ് ടു എനി ചാൻസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഫ്രീ എന്ന് പറഞ്ഞ ആളുടെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നാളെ നമുക്ക് വീണ്ടും മറ്റൊരു ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ചോദ്യം,
What will come in the place of the question mark if in the following equation if plus and minus are interchanged and also into and division are interchanged? സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. Okay, 99 OBC shift 2 in English. Okay, so Ranjita, so you want to know whether you would be qualified or not. അതാണ് ചോദിക്കുന്നത്. Is that what you're asking? 96 Rosh. Okay, fine. So ഇവിടെ shift 2, right? Fine. ST. Yes, you do have a very good chance. കാരണം നമ്മൾ the cutoff that we are expecting for this is going to be around 97 plus. So for general category, okay, so we are expecting around 100 or up to 106 for general category. So if you are coming from a reserved category, and I think you have a good shot. ഓക്കെ, ഇനി എന്താണ് ജൂലൈ വരെ എടുക്കും ഡിഗ്രി പാസ്. അപ്പോൾ അതിന് മുന്നേ ഓക്കെ 26th എക്സാം ചാൻസ്. ഓക്കെ, സി ഇപ്പം നിങ്ങൾ ജൂലൈയിലാണ് എക്സാമിന് പാസ്സാകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ എക്സാമിന് ആക്ച്വലി അപ്ലൈ ചെയ്യാമായിരുന്നല്ലോ. HSNൻ്റെ ക്വസ്റ്റനാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. ആക്ച്വലി യു കുഡ് ഹവ് അപ്ലൈഡ്. കാരണം ഇവിടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വോയിസ് ടെസ്റ്റിന് കഴിഞ്ഞ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് മാത്രം കാണിച്ചാൽ മതി. ഞാൻ പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഇല്ലാത്തവരും, അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കും ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ എക്സാമിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈൻ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 47 ആണ് തന്നിരിക്കുന്നത് അല്ലേ. സോ ഡിവൈഡഡ് ബൈക്ക് പകരം ഇവിടെ ഇൻറ്റു വരും. ഇൻറ്റുവിന് പകരം ഇവിടേക്ക് 2256 വരും. ഇനി മൈനസ് ഓഫ് 513 പ്ലസ് 518. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇത് കാണുമ്പം വളരെ വലിയ നമ്പേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നോക്കുക. ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആൻസർ മനസ്സിലാകും. ഇവിടെ നോക്കിക്കേ, സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 47 വന്നു. ഇത് ഡെഫിനറ്റ്ലി ക്യാൻസൽ ആകും. ഇത് 8ഉം ഇവിടെ 6ഉം ആണ്. 8നെ ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടേക്ക് 6 വെച്ചിട്ട് എടുക്കാൻ പറ്റുക? 8 into 7 ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി 47 കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആകും. ക്ലിയർ? ഇനി നെക്സ്റ്റ് 513ഉം 518 ഒന്നും നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല. 18ൽ നിന്ന് 13 പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിട്ടോ? 5 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ്ലി ഈ തന്നിരിക്കുന്ന 1 പ്ലസ് ഇവിടെ 5 ആണ്. സോ നിങ്ങളുടെ ആൻസർ ഇവിടേക്ക് വരുന്നത് 6 ആയിരിക്കും. ഓക്കെ, സോ സിമ്പിളായിട്ട് ഓപ്ഷൻ നമ്പർ 4ലുള്ള 6 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായി നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ എല്ലാവർക്കും? എത്ര ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നതെന്ന് ക്ലിയർ ആയോ? ക്ലിയർ എല്ലാവർക്കും? ക്ലിയർ? ഓൾ ക്ലിയർ? ഓക്കെ, ഇനി വീണ്ടും സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. നമ്മൾ ആദ്യം തന്നെ സീരീസ് വായിച്ച് വെറുതെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് റീഡ് യുവർ ക്വസ്റ്റ്യൻ. ഹൗ മെനി സച്ച് സിമ്പിൾസ് ആർ ദെയർ, ഈച്ച് ഓഫ് വിച്ച് ഇസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ നമ്പർ ആൻഡ് ഫോളോഡ് ബൈ അനദർ സിമ്പിൾ. സോ ഇവിടെ എത്ര സിമ്പിൾസ് ഉണ്ട്? നമുക്ക് വേണ്ടത് സിമ്പിൾസ് ആണ്. ഇറ്റ് ഇസ് പ്രിസീഡഡ് ബൈ എ നമ്പർ, ബാക്കിൽ നമ്പർ വേണം, ആൻഡ് ഓൾസോ ഫോളോഡ് ബൈ എ സിമ്പിൾ. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. വി ലുക്കിംഗ് ഫോർ സിമ്പിൾസ് അല്ലേ. സോ അപ്പോൾ മുമ്പിൽ ഇവിടെ നമ്പർ സിമ്പിളാണ് വേണ്ടത്. ഇവിടെ വീണ്ടും നമ്പർ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടേക്ക് വന്നിട്ടില്ല. ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്പർ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ 2 കഴിഞ്ഞ് ഇവിടെയും നമുക്ക് അത് തന്നെ കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ നമ്പർ 1 2 3 4 4 എണ്ണം വന്നു. സോ ഓപ്ഷൻ നമ്പർ 1 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ? മനസ്സിലായോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ? മനസ്സിലായോ? ഓക്കെ, സോ ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റീസണിങ്ങിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ. ഇനി മാത്സ് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും യുൽ ബി സർപ്രൈസ്ഡ്, കാരണം അത്രയും ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുമ്പം
നിങ്ങൾ ഇത് എന്താണ് എന്ന് ഓരോ ഇൻസ്ട്രക്ഷനും വായിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് നമുക്കിതിനെപ്പറ്റി ഓൾറെഡി നല്ല ഐഡിയ ഉണ്ട് അല്ലേ. സോ ജസ്റ്റ് ഈ ഒരു ഞാനിപ്പോൾ ബ്ലൂ കളറിൽ കൊടുത്തല്ലോ, ആ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. BDQ8, DGO12, FGM16, ഇവിടെ നമുക്ക് 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓരോന്നും കണ്ടുപിടിച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് നമ്പേഴ്സ് നോക്കിക്കുക. 8, 12, 16, 20 ഇതൊക്കെ എന്താ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. സോ ഇവിടേക്ക് നമുക്ക് +4, ഇവിടേക്ക് +4, ഇവിടേക്ക് +4. സോ നെക്സ്റ്റ് ആൻസർ എത്രയായിരിക്കും? 20 + 4 ചെയ്താൽ 24 വരും. സോ ഈസിലി നമുക്ക് ഓപ്ഷൻ നമ്പർ 3 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് വരുന്നത്. സച്ച് ഈസി ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് ക്ലിയർ എല്ലാവർക്കും? ജസ്റ്റ് ഓപ്ഷൻ നമ്പർ 3 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. Rinku Singh, 95 EWS. Yes, Rinku, you do have a very good chance. Yes, you have a good chance. The cutoff that we are expecting for general category is going to be from 96 to 105 probably. So 105 can be the highest cutoff. So we are expecting the cutoff somewhere in that range. So definitely you do have a shot. Okay, fine. Ini adutha question. Fine. Next question nokam. Adutha question. So BDF, EFI, HHL, KJO. So എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഹിയർ യു ഹാവ് B, നെക്സ്റ്റ് E ഉണ്ട്, H ഉണ്ട്, K ഉണ്ട് അല്ലേ. അപ്പോൾ അടുത്തത് ഇവിടെ ഏതാ? 2 + 3 5 + 3 8 + 3 11 + 3 ചെയ്താൽ 14 N വരണം. ഓക്കെ, വീണ്ടും D 4 6 8 10 12. സോ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ നമ്പർ 4. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? അത്ര ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? സോ ഓപ്ഷൻ നമ്പർ 4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ഇത് വീണ്ടും കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ഈസി ടു സോൾവ്. നിങ്ങൾ നോക്കിയാൽ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ in the following traits, each group of letters is related to the subsequent one following a certain logic. അപ്പോൾ ഈ ബ്ലൂ കളറിൽ തന്നിരിക്കുന്ന ലോജിക് എന്താണോ അതേ ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. സോ ഇവിടെ നമസ്തേ തന്നിട്ടുണ്ട് അല്ലേ, അതേ ലെറ്റേഴ്സ് ഇവിടെ റീഅറേഞ്ച് ചെയ്തു. എക്സാക്ട്ലി സെയിം റീഅറേഞ്ച്മെൻ്റ് ആണ് രണ്ടാമത്തെ വാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് മാത്രം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ ഫസ്റ്റ് വരുന്നത്, ഇനി നോക്കിക്കേ, ഈ ലെറ്റേഴ്സ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നോക്കി സമയം കളയണ്ട. മേ ബി നമുക്ക് ഇടയിലുള്ള ലെറ്റേഴ്സ് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ST സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ലാസ്റ്റ്, അത് ഫോർത്ത് ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ലാസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഇങ്ങനെ വന്നു. സോ അതേ മാനറിൽ ഇവിടെ AI ഏതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്? ഇതിൽ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിട്ടില്ല, ഇതിൽ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിട്ടില്ല. സോ 2 ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ക്ലിയർ? ഇനി അടുത്ത വേർഡിലേക്ക് നോക്കിക്കേ. അടുത്ത വേർഡിൽ വീണ്ടും ഇവിടെ ST തന്നിരിക്കുന്നത് കറക്റ്റ് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ 3 4 ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ലാസ്റ്റ് 2 ഇവിടെ 3 4 ആയിട്ട് വന്നു. സോ സെയിം മാനർ അതേ AI 3 4 ഇതിൽ വന്നിട്ടുണ്ട്. ഇതിലും 3 4 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതിൽ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിൽ ബാക്കി വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. ഇവിടേക്ക് ST കഴിഞ്ഞു, N ലാസ്റ്റ് വന്നു. ഇനി M എവിടെ നിന്നെത്തി? മൂന്നാമത്തെ വേർഡ് നമുക്കിവിടെ സെക്കൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ വേർഡ് കറക്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ക്ലിയർ എല്ലാവർക്കും? സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ? ഇതിൽ IA വന്നു. സോ അതിനെ യു ക്യാൻ ആക്ച്വലി എലിമിനേറ്റ് ആൻഡ് കറക്റ്റ് ആൻസർ അപ്പം ഓപ്ഷൻ നമ്പർ 1 ആണ് വരുന്നത്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്? ക്ലിയർ ഓൾ ഓഫ് യു? ശശാങ്ക് കുമാർ, ദിസ് ഇസ് മലയാളം. വിച്ച് ലാംഗ്വേജ് ഡു യു വാണ്ട് മീ ടു സ്പീക്ക്? ഓക്കെ, ഫൈൻ. All clear? Next question. Again, refer to the following letter and number series. Again, same കാര്യം തന്നെയാണ് തന്നിരിക്കുന്നത്. സോ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ മതി. How many such symbols are there, each of which is immediately preceded by a letter and also followed by another symbol? അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? How many such symbols are there? So നമുക്ക് symbols വേണം. It immediately preceded by a letter. So ബാക്കിൽ letter വേണം and also
followed by another symbol. അപ്പോൾ വേണ്ടത് letter, symbol, symbol വേണം. Clear? Letter, symbol and symbol. ഫസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ലെറ്റർ, സിമ്പിൾ, സിമ്പിൾ. വേറെ എവിടെയെങ്കിലും ലെറ്റർ, സിമ്പിൾ, സിമ്പിൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, വേറെ എങ്ങും വന്നിട്ടില്ല. ജസ്റ്റ് വൺസ് അല്ലേ, ആകെ ഒരു തവണയേ വന്നിട്ടുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ജസ്റ്റ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ്ലി ഓപ്ഷൻ നമ്പർ 1 ആണ് ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ എങ്ങനെയാണ് ആൻസർ വന്നിരിക്കുന്നതെന്ന്? ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻസ് ആണ്, വെരി വെരി ഈസി ക്വസ്റ്റ്യൻസ്. Okay, next question. Fine. So next question നോക്കാം. അടുത്ത question. Based on the English alphabetical order, 3 of the following letter clusters are alike in a certain way and they form a group. We are discussing second shift paper ബേസിൽ. നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഷിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. ഇൻ കേസ് ഇഫ് യു ഗൈസ് വാണ്ട് നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ ഔട്ട് ഓഫ് ദ 4 ഓപ്ഷൻസ് 3 ആർ സിമിലർ ആൻഡ് 1 ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, യു വിൽ ഹാവ് ടു അനലൈസ് ഓൺലി 3. 3 എണ്ണം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 4 വെറുതെ അനലൈസ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇവിടേക്ക് 13 ആൻഡ് 20 ഇവിടെ നമുക്ക് +7 ആണ് വന്നിട്ടുള്ളത്. ഇവിടേക്ക് C ആൻഡ് ഇവിടേക്കും +7 വന്നിട്ടുണ്ട്. ഇവിടെ 8ഉം 15ഉം അവിടെയും +7, ഇവിടെയും 7 ആണ്. ഇനി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലോ 20 ആൻഡ് 15 -5, ഇവിടെയും -5, ഇവിടെ -5 ആണോ? അല്ല, -4. സോ ഇതാണ് ഡിഫറെൻറ്റ്. ജസ്റ്റ് 3 എണ്ണം നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. 4 എണ്ണം അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലാതെ തന്നെ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഓൾ ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും പറഞ്ഞത്? ഓക്കെ, നമുക്കിനി കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പോവാം കേട്ടോ, ഒത്തിരി ടൈം വേണ്ട. Next question. In a certain language, matter is coded as 83, solids is 84. What is the code for liquid? അപ്പോൾ ഇത് ലിറ്റിൽ ബിറ്റ് ടൈം ടേക്കിംഗ് ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ മാറ്റർ അല്ലേ, സോ ആൽഫബറ്റ്സിനെ നമ്പറായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫ ന്യൂമറിക്, അതിൻ്റെ പ്ലേസ് വാല്യൂസ് ആയിരിക്കും. സോ ഇവിടെ 13, ഇവിടെ 0, 1, വീണ്ടും 20, ഇവിടേക്ക് 5 ആണ് ആൻഡ് 18 വരും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. നമുക്ക് 20, 20, 40, 45 കിട്ടി. 45 + 19 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ 45 + 20 ആണെങ്കിൽ നമുക്ക് 65 കിട്ടിയാലേ. പക്ഷേ ഇവിടെ 64 വരുള്ളൂ. +13 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടേക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 7 വന്നിട്ടുണ്ട്, 77 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂടെ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. ക്ലിയർ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കോഡ് ലിക്വിഡ് ഇൻ ദ സെയിം ലാംഗ്വേജ്? സോ LIQID ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്, ഐ മീൻ ലെറ്റേഴ്സ് അല്ലേ. സോ ഇവിടേക്ക് 12 ഉണ്ട്, 9 ഉണ്ട്, 17 ഉണ്ട്, 21 ഉണ്ട്, വീണ്ടും 20 ഉണ്ട്, 4 ഉണ്ട്. ആഡ് ചെയ്ത് നോക്കിക്കേ. 21ഉം 9ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 30 കിട്ടി. +20 ചെയ്തിട്ടുണ്ടെങ്കിൽ 50 കിട്ടി. നെക്സ്റ്റ് ഇവിടേക്ക് 50 + 21 ചെയ്താൽ 71, +12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആൻസർ എത്രയാണ് വരുന്നത്? 83 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളിവിടെ ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? സോ അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇവിടെ എത്ര കിട്ടി? ഇവിടെ 5 എണ്ണമാണ്. സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി 78. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഓൾ ക്ലിയർ? റീസണിങ്ങിൽ ആക്ച്വലി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം വീണ്ടും ബ്ലഡ് റിലേഷൻഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മളിവിടെ കോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? A+ മീൻസ് A is the brother, minus is sister എന്നൊക്കെ തന്നിട്ടുണ്ട്. Anyone raised objections in shift to question paper? Yogesh, so I think that there was no confusions and objections in general intelligence and reasoning and quantitative aptitude. Other than that, I'm not really very sure. Okay, Yogesh. Fine. Next question. So, how do we solve this question? ഇവിടെ you have to find the relationship. ഇവിടെ M is related to K അല്ലേ. So, M and K മാത്രം നമ്മളിവിടെ കണ്ടുപിടിച്ചാൽ മതി. So, do we have to solve the whole thing? ഇത് മുഴുവൻ സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? It's not necessary. See, നമുക്ക് നമ്മുടെ ക്വസ്റ്റൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഓൾ വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഹിയർ. സോ ഇവിടെ M + U % K എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്ലസ്? പ്ലസ് മീൻസ് ഇവിടെ ബ്രദർ ആണ് ആൻഡ് പെർസെൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മദർ ആണ്. സോ വിച്ച് മീൻസ് M is the brother of U and U is the mother of K. So
if you are taking in this direction, എന്താ കിട്ടുക? ഇവിടെ U is the mother of K and M is the brother of U. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി മദേഴ്സ് ബ്രദർ ആയിരിക്കും അല്ലേ? സോ ദിസ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ബി ദി മദേഴ്സ് ബ്രദർ. ഓക്കെ, ക്ലിയർ? സോ ഓപ്ഷൻ നമ്പർ 4 വിൽ ബി ദി കറക്റ്റ് ആൻസർ. സോ ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പിന്നീട് എപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം? ഓക്കെ, ഡിസംബറിൽ വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനുവരി. സി definitely by the end of this year or the start of the next year there will be notification. Okay, so objections in maths set problem. Okay, shift 2 ile so basil you're talking about nammade part B ile mathematics alle adu njan parnallo. So adine patti I was not really sure, പക്ഷേ നമ്മുടെ part A ile subjects there were no objections as of now. Okay, now another question, next question aane. So here we have got another question. 6 students Adi, Poonam, Moni, Bulbul, Shikha, Arun are sitting in a straight line facing north. So namukku vendada who sits on the extreme left end. Okay, so nammal enganeya ingante questions solve cheya? Nammal start cheyumbo expect by February if not in December. Yeah, mostly by the end of this year undagum, illengil ഞാൻ പറഞ്ഞല്ലോ early next year ഉണ്ടാകും. ഓക്കെ, സോ ഇവിടെ 6 സ്റ്റുഡൻസ് ആണ്. ദേ ആർ സ്റ്റാൻഡിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ 1 2 3 4 5 and 6. ഓക്കെ, സോ ഇവിടെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഡയറക്റ്റ്ലി മാർക്ക് ചെയ്യാം. നൗ ഓൺലി 2 people സിറ്റ്, ഇതൊക്കെ നമുക്കുണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ഓൺലി 1 person സിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് അരുൺ. അരുണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ അരുൺ എവിടെ ഉണ്ടാകും? ഇവിടെ സെക്കൻഡ് എക്സ്ട്രീം റൈറ്റിൽ സെക്കൻഡ് ഉണ്ടാകും. ഓക്കെ, ഓൺലി 2 people സിറ്റ് ബിറ്റ്വീൻ മോനി ആൻഡ് ബുൾബുൾ. ഓൺലി 1 person ബിറ്റ്വീൻ ബുൾബുൾ ആൻഡ് പൂനം. സോ ഇവിടെ മോനി ആൻഡ് ബുൾബുളിൻ്റെ ഇടയിൽ ഒരാൾ, അത് കഴിഞ്ഞിട്ട് ഓൺലി 1 person ബിറ്റ്വീൻ ബുൾബുൾ ആൻഡ് പൂനം. ഇവർ ഇങ്ങനെ നിൽക്കണം. ക്ലിയർ? ഷിഖ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് ആദി, ഇമ്മീഡിയറ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ആദി. സോ ഷിഖ ആൻഡ് ആദി ഒരുമിച്ച് വേണം. ആദി ഈസ് നോട്ട് ദി നെയ്ബർ ഓഫ് മോനി. അപ്പോൾ ഇവരെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക? ഓൾറെഡി ഇത്രയും ആൾക്കാരുണ്ട്. ഇതിൽ 4 പ്ലേസ് ഇങ്ങനെയും 4 പ്ലേസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് വേണ്ടത് എക്സ്ട്രീം ലെഫ്റ്റ് ആൻഡ് ആരാണ് എന്നാണ്. സോ ഇവരുടെ ഇടയിൽ ഈ ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോനീനെ ഇവിടെ പ്ലേസ് ചെയ്യണം. അടുത്തയാൾ ഇവിടെ ബുൾബുൾ വരും. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എവിടെ പോയി? അത് അടുത്തയാൾ മോനി ആൻഡ് ബുൾബുൾ. യെസ്, ബുൾബുൾ ആൻഡ് പൂനം. ദർ ഇസ് ജസ്റ്റ് 1 person. ഓക്കെ, ഓൺലി 1 person സിറ്റ്സ് ബിറ്റ്വീൻ ദം. അപ്പോൾ ആഫ്റ്റർ വി അറേഞ്ച് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ നമുക്ക് എത്രയായിട്ടാണ്? നമുക്ക് വേണ്ടത് എന്താ? ഹൂ സിറ്റ്സ് ഓൺ ദി എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്. എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ഇറ്റ് വിൽ ബി മോനി. സോ ഓപ്ഷൻ നമ്പർ 4 വിൽ ബി ദി കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് 1 more question ഉണ്ട് റീസണിങ്ങിൽ നിന്നും. So this is the next question, very easy question ആണ്. ദാ നോക്കുക. In a certain code language, creativity sparks innovation is coded as TKJOLO. Innovation is needed is coded as MTPTJO. ഇന്നോവേഷൻ്റെ കോഡ് എന്താണ്? സോ ഇവിടെയുണ്ട് ഇന്നോവേഷൻ, ഇവിടെയുണ്ട് ഇന്നോവേഷൻ. സോ രണ്ടിലും കോമൺ ആയിട്ട് ഇവിടെ ഒരു JO വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും JO വന്നിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ A, വിച്ച് ഇസ് JO. സോ ഈസി, നമുക്ക് ആൻസർ ഓപ്ഷൻ നമ്പർ A ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻസ്. അപ്പോൾ റീസണിങ്ങിലെ 15 questions നമ്മൾ കവർ ചെയ്തു. ആക്ച്വലി വളരെ ഈസി ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. ഇനി മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ദീസ്, അല്ല ദി ആവറേജ് ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് ഇസ് 16 അല്ലേ? അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക? ആവറേജ് ഇസ് ഈക്വൽ ടു, ആവറേജിൻ്റെ ഫോർമുല എന്താണ്? സം ഓഫ് ഓൾ ഐറ്റംസ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഐറ്റംസ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ സം ഓഫ് ഓൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ യു വിൽ ബി ആഡിങ് എവറിത്തിങ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന സം പ്ലസ് കെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയുണ്ട് നമ്മളിവിടെ നോക്കുക. അത് ഇസ് ഈക്വൽ ടു 16. അതിൽ നിന്ന് കെയുടെ വാല്യൂ ഈസിലി നമുക്ക് കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി 65 സംതിങ് ആണ് ഇതിൻ്റെ വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഈസിലി നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. Kuldeep can swim with a speed of 10 km per hour in still water. If the speed of the stream is 4 km per hour, what will be the time taken by Kuldeep to go 98 km downstream? So easy ആണ്. ഇവിടെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും അല്ലേ? സോ 10 + 4 is equal to 14 ആണ് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡായിട്ട് വരും.
because downstreamil eppoഴും speed will be the sum of the speed of the boat and the speed of the stream. And ഇതിന് പോകാനുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 98 ആണ്. Therefore time taken is equal to distance by speed. 98/14 is equal to 7. So option number 3 ആണ് ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. So easy question. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എ പീരിയഡ് ഓഫ് 5 years അറ്റ് ദ റേറ്റ് ഓഫ് 8% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 65,000 റുപ്പീസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇവിടെ 8% എന്നാണ് തന്നിരിക്കുന്നത് ഫോർ 5 years. ഈ 8 into 5ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കിവിടെ 40% ടോട്ടൽ കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ 65ൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കിട്ടുക? 65ൻ്റെ 10% എന്ന് പറയുന്നത് 6.5 ആണ് അല്ലേ. അല്ലെങ്കിൽ 65,000 നോക്കിയാൽ 650, 6.5 എടുത്താലും മതി. സോ ഡയറക്റ്റ്ലി 65 into 4 ചെയ്താൽ ആൻസർ നമുക്ക് 260 കിട്ടും. സോ അത് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ഈസിലി ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം നമുക്കിവിടെ ചൂസ് ചെയ്യാം. ക്ലിയർ എല്ലാവർക്കും? സോ ഓപ്ഷൻ നമ്പർ 4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഡിസ്കസ് ചെയ്തോ? അതെ, അതാ ഞാൻ നേരത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ തരുന്ന കൂട്ടത്തിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എത്രയാണ് നമുക്ക് കിട്ടുക? ഇറ്റ്സ് ഗോയിങ് ടു ബി 95 to 105. 105 എത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 102-3 വരെയെങ്കിലും കട്ട് ഓഫ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എക്സാമിൻ്റെ ലെവൽ വാസ് നോട്ട് ഒത്തിരി ഡിഫിക്കൾട്ട്. ഓക്കെ, സോ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ദിസ് ടൈം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ 22 raised to minus 17 plus into 22 raised to 3x plus 14 is equal to this. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് a power m into a power n is equal to a power m plus n. നെക്സ്റ്റ് a power n divided by a power n is equal to a power m minus n. ഇതേ ഫോർമുല യൂസ് ചെയ്താൽ മതി. സോ ഇവിടുത്തെ ആൻസർ 22 into minus 17 പ്ലസ് ഇവിടേക്ക് 3x plus 14 is equal to 22 raised to, ഇവിടെ വാല്യൂ എത്ര കിട്ടും? 16 minus of 10 എന്ന് കിട്ടും. ക്ലിയർ? സോ വിച്ച് മീൻസ് minus 17 and 14 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? നമുക്കിവിടെ എത്ര കിട്ടും? ആൻസർ -3 കിട്ടും അല്ലേ. സോ -3 പ്ലസ് 3x is equal to ഇവിടേക്ക് വാല്യൂ 4 എന്ന് കിട്ടും. ക്ലിയർ? ദെർഫോർ ഇത് സോൾവ് ചെയ്യാൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഇവിടേക്ക് വരും. ഓക്കെ, സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ നമ്പർ 2 3 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സി, ഇവിടെ ഓൺലി കണ്ടീഷൻ ഇസ് OBC by any chance? Yes, K.S. and Sumit, you do have a good shot. You have a good shot. Clear? Oh yes. Sorry. Fine, correct ആണ്. 6 ആണ് വേണ്ടത് അല്ലേ? Right. I am sorry for that. Yes, അപ്പോൾ 3xൻ്റെ value will be equal to 9 and x will be equal to 3. Clear? Sorry Basil, I am really sorry. Okay. 98 for OBC is a good mark. Okay, you have a chance. Anyways, fine. Ini namukku next question. A shopkeeper makes a net profit of 71% on SP on successive discounts of 5% and 10%. Find the net profit percentage if he sells the same article at a discount of 7.5%. So appo successive discounts inde formula use ചെയ്താൽ നമ്മുടെ net discount inde percentage എത്രയാണ് കിട്ടുക? 5 plus 10 plus വീണ്ടും 5 into 10. That is going to be 50 divided by 100 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ആക്ച്വലി 15.5 ആണ് നെറ്റ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വരുന്നത്. നൗ ഹീ ഈസ് മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് 71%. സോ അപ്പോൾ ഇതിന് പകരം 7.5 ആണ് വരുന്നതെങ്കിൽ ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ്. അത് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ എല്ലാ ക്വസ്റ്റനും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അത്ര ടൈം ഉണ്ടോ എന്ന് അറിയില്ല. സോ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആദ്യം നെറ്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. ഓക്കെ, ഓൾ ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A group of 20 workers is assigned to complete a project in 30 days. However, after 10 days, 10 workers leave the team permanently. How long will the remaining project be completed? എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാം? 20 workers is assigned to complete a project in 30 days. അപ്പോൾ ടോട്ടലി അവർക്ക് എത്ര യൂണിറ്റ്സ് ഓഫ് വർക്കാണ് ചെയ്യാനുള്ളത്? അവർക്ക് 600 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യാനുണ്ട് ആഫ്റ്റർ 10 days. അപ്പോൾ ആദ്യത്തെ 10 days ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, 20 workers. അപ്പോൾ they worked for 10 days. So that means 200. So 200 work is already finished അല്ലേ? അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? 400 ആണ് റിമൈനിങ് വർക്ക്. ഔട്ട് ഓഫ് ദാറ്റ് ഇവിടെ നോക്കിക്കേ 10 വർക്കേഴ്സ് ലീവ് ദ ടീം. സോ അപ്പം ഇനി റിമൈനിങ് നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്? ആകെ 10 പേരേ ഉള്ളൂ. 400/10 ചെയ്ത് കഴിഞ്ഞാൽ 40 വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ 3 വിൽ ബി ദി കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓൾ ക്ലിയർ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒത്തിരി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. A person purchased 15 liters of petrol in a container at 110 rupees per liter but forgot to close the container with a lid. As a result, 20% of the container petrol evaporated. At what price should he sell the remaining petrol to earn a 10% profit? അപ്പോൾ 15 ലിറ്റേഴ്സിൽ 20% പോയി കഴിഞ്ഞാൽ റിമൈനിങ് എത്രയാണ് കണ്ടുപിടിക്കുക. അതിൽ നമ്മൾ SP അപ്ലൈ ചെയ്യുക. കോസ്റ്റ് പ്രൈസ് പക്ഷേ 15 ലിറ്റേഴ്സിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് 4 ആണ് വരുന്നത്. Now, what is the mean proportion between ഇവിടെ 9 + 3√3 and 18 - 6√3? മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ റൂട്ട് ഓഫ് A and B കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആൻസർ. 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ, 2 spheres made of the same metal weigh 1 kg and 3.5 kg. Smaller radius is given. Both are melted to reshaped into a larger sphere. What is the cube of the radius of the newly formed sphere? So അപ്പോൾ ഇവിടെ വോള്യൂം ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. വോള്യൂം പ്ലസ് വോള്യൂം 2 is equal to larger volume. സ്ഫിയറിൻ്റെ വോള്യൂം ഫോർമുല എത്രയാണ്? ഇവിടെ 4/3 πr³ ഫോർമുല യൂസ് ചെയ്യുക. ഇവിടെ R1 and R2 എടുക്കുക, രണ്ടും കൂടെ ക്ലബ് ചെയ്യുക. ക്ലിയർ? സോ അതാണ് അതിൻ്റെ ലോജിക്ക് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ മാനേജബിൾ ആയിരുന്നു. വിൽ ദർ ബി എ ഡിസ്കഷൻ ഓഫ് ഫിസിക്സ് ആൻഡ് മാത്സ്? ഓക്കെ, ഫിസിക്സ് ആൻഡ് മാത്സ് മേ ബി വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ എക്സാം ATC 2025 കഴിഞ്ഞു. ദ നെക്സ്റ്റ് എക്സാം വിൽ കം വെരി സൂൺ. ഈ വർഷത്തിൻ്റെ എൻഡിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു, എല്ലാവരും ഓക്കെ ആയിരുന്നു എന്ന് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഷിഫ്റ്റ് 1 അനലൈസിസും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ലൈവും കൂടെ ചെയ്യാം. ഓക്കെ, ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് നാളെ ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ നമ്മുടെ കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റീസണിങ്ങിലും മാത്സിൽ നിന്നും കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ലൈവ് ഗോൾഡ് ബാച്ചസിലൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി സ്റ്റുഡൻസിൻ്റെ റിപ്ലൈസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് കട്ട്സ് ഒക്കെ അവർ അപ്ലൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ നല്ല റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇത് മാത്രമല്ല, എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ ഒരുപാട് എക്സാംസ് ഇനിയും വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ട്, അതിനെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, അതായത് എക്സാം റിലേറ്റഡ് ഡേറ്റ്സ് എന്താണ്, എലിജിബിലിറ്റി എന്താണ്, എപ്പോഴായിരിക്കും എക്സാം നടക്കുന്ന ഡേറ്റ്, റിസൾട്ട് എപ്പോൾ വരും തുടങ്ങിയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ അക്കാഡമിക് കൗൺസിലറിൻ്റെ നമ്പറാണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് മോറ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്കും ഇവിടെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് റിസൾട്ട് വരട്ടെ, വളരെ നല്ല റിസൾട്ട് എല്ലാവർക്കും വരട്ടെ എന്ന് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു ലൈവിൽ നമുക്കിനി വീണ്ടും കാണാം.